നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു നേഴ്സ് ആവുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഒത്തിരി പേരുടെ വലിയ സ്വപ്നമാണ്. കാരണം വളരെ മികച്ച തൊഴിലവസരങ്ങളാണ് നേഴ്സുമാർക്ക് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ലഭ്യമായിരിക്കുന്നത്. എന്നാൽ കേരളത്തിലൊക്കെ ഒരു നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു 90% മേളിൽ മാർക്കുള്ളവർക്കാണ് ഇങ്ങനെയുള്ള അഡ്മിഷനുകൾ കിട്ടുക. ഇനി കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു 10-15 ലക്ഷം രൂപയൊക്കെ അതിന് ചിലവാകുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ നേഴ്സിംഗ് പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ പല വിദേശ രാജ്യങ്ങളിലും നേഴ്സിംഗ് പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അക്കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എന്ന് മാത്രവുമല്ല, പ്രത്യേകിച്ച് വലിയ എൻട്രി റിക്വയർമെൻ്റ് ഒന്നും ഇല്ലാതെ, അതായത് ഒരു 10-60% ഒക്കെ മാർക്കുള്ളവർക്കും, എന്തിന് +2 സയൻസ് പഠിക്കാത്തവർക്ക് പോലും നേഴ്സിംഗ് പഠിക്കുവാനായിട്ടുള്ള പ്രായം ഒരു 28 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ നേഴ്സിംഗ് പഠിക്കുവാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതും 4 ഇയർ നേഴ്സിംഗ് കോഴ്സിൻ്റെ 4th ഇയറിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡോടെ പഠിക്കുവാനായിട്ട് ഏകദേശം ഒരു നേഴ്സിന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം ഓരോ മാസവും സ്റ്റൈഫൻഡായിട്ട് ഇങ്ങോട്ട് ലഭിച്ചുകൊണ്ട് തന്നെ നേഴ്സിംഗ് പഠിക്കുന്നതിനുള്ള ചില അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ ഒരു വിദേശ നേഴ്സിംഗ് പഠനം എന്നുള്ള ഈ ഒരു അവസരം ഇത് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, അലീന ഷിബിന് GB എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി അബ്രോഡ് മേഖലയിൽ കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ്. കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ പ്രവർത്തനങ്ങളുള്ള ഒരു സ്ഥാപനമാണ് GB എഡ്യൂക്കേഷൻ്റെ സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ് അലീന. പല വീഡിയോകളിലും നമ്മുടെ ഈ ചാനലിൽ കൂടെ തന്നെ ഇതേപോലെയുള്ള വിദേശ പഠനത്തിൻ്റെ ഒത്തിരി അഡ്വൈസ് പലർക്കും നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അലീന. അപ്പോൾ അലീന, വെൽക്കം ടു കരിയർ പാത്വേ. അലീന, എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ വിദേശ നേഴ്സിംഗ് പഠനം ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് സാധ്യമാകുന്നത്? ഒത്തിരി രാജ്യങ്ങളിൽ കാണും, എന്നാൽ ഇന്ത്യക്കാർക്ക് അല്പം എളുപ്പത്തിൽ എത്താവുന്ന വിദേശ നേഴ്സിംഗ് പഠനം ഏതൊക്കെ രാജ്യങ്ങളിലാണ്? സർ പറഞ്ഞതുപോലെ ബാച്ചലർ ഓഫ് നഴ്സിംഗ് നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്നുണ്ട്. GB നിന്ന് തന്നെ പല രാജ്യങ്ങളിലേക്കും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ, കാര്യമായ റിക്വയർമെന്റ്സ് ഒന്നുമില്ലാതെ, അക്കാഡമിക് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കോട്ടെ, റിക്വയർമെന്റ്സ് ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന പ്രമുഖമായി എടുത്തു പറയാവുന്ന 3 രാജ്യങ്ങളുണ്ട്. 1 ജോർജിയ, 2 ഹംഗറി, 3 മലേഷ്യ. ജോർജിയ, ഹംഗറി, മലേഷ്യ ഇന്ത്യയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഹംഗറി എന്ന് പറയുമ്പോൾ ഒരു ഷെങ്കൻ രാജ്യം, ജോർജിയ അല്ലെ? ഈ 3 രാജ്യത്തെ പ്രോഗ്രാംസിനെ കുറിച്ച് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. തീർച്ചയായിട്ടും. ബാച്ചലർ ഓഫ് നഴ്സിംഗ് നമ്മൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ 4 വർഷമാണ് ഈ 3 രാജ്യങ്ങളിലും വരുന്നത്. മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IELTS-ന്റെ യാതൊരുവിധ റിക്വയർമെന്റും ഇല്ലാതെ പഠിക്കാനുള്ള അവസരം. ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ്. ഇംഗ്ലീഷിൽ തന്നെയാണ് ഈ 4 വർഷവും വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. 3 രാജ്യങ്ങളിലും പഠിക്കാനായിട്ടും IELTS ആവശ്യമില്ല. ഇംഗ്ലീഷ് ടോട്ടിൽ പഠിക്കുകയും ചെയ്യാം. ശരി. അപ്പോൾ ഈ മലേഷ്യയിലെ പ്രോഗ്രാമിന്റെ എന്താ ഒരു ഹൈലൈറ്റ് ഒക്കെ? മലേഷ്യ പ്രോഗ്രാമിന്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ 4 വർഷത്തെ ബാച്ചലർ ഓഫ് നഴ്സിംഗ് വന്നിട്ട് 3 വർഷം സ്റ്റഡി പ്ലസ് 1 ഇയർ പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു രീതിയിലാണ്. അതെ. എത്ര രൂപ പേയ്മെന്റ്? അതായത് അവിടെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം രജിസ്റ്റേർഡ് നഴ്സിന് ലഭിക്കുന്നതിന്റെ ഒരു പകുതിയോളം തന്നെ സ്റ്റൈപ്പൻഡ് എമൗണ്ട് ലഭിച്ചുകൊണ്ട്, അതായത് ഒരു മാസത്തെ ശമ്പളത്തിന്റെ ഏകദേശം പകുതി ശമ്പളത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കാശ് കിട്ടിക്കൊണ്ട് തന്നെ 4th ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും മലേഷ്യയിൽ. ഹംഗറിയിലെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സർ പറഞ്ഞതുപോലെ ഇതൊരു ഷെങ്കൻ രാജ്യമാണ്. മാത്രമല്ല QS റാങ്കിങ്ങിൽ വളരെ ടോപ്പായിട്ട് നിൽക്കുന്ന പല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ സാധിക്കുന്നു. പഠിക്കുന്നതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാനും സ്റ്റേ ബാക്ക് ലഭിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. ഈ ഷെങ്കൻ രാജ്യം ആയതുകൊണ്ട് തന്നെ 10-29 രാജ്യങ്ങളിൽ അല്ലെ അവസരങ്ങളിലേക്ക് എത്താനായിട്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ഹംഗറിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി. പിന്നെ ജോർജിയ. അതെ. ജോർജിയയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് നഴ്സസിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. എസ്പെഷ്യലി
എസ്പെഷ്യലി കോവിഡിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഒരു നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എസ്പെഷ്യലി 12th ശേഷം ഏത് കാറ്റഗറിയിലുള്ളവർക്കും നേഴ്സായിട്ട് അഡ്മിഷൻ നേടാനും അവിടെ പഠിച്ച് സയൻസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ സയൻസ് മാൻഡേറ്ററി ആണ്, അതില്ലാതെയും പഠിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് സയൻസ് +2 എടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 12th ശേഷം വേറെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവര്, സോ ഒരു 27-28 വയസ്സ് വരെയുള്ള ഒരു കാൻഡിഡേറ്റ് ഈവൻ സയൻസോ നഴ്സിംഗോ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ പോലും ബാച്ചലർ ഓഫ് നഴ്സിംഗ് പഠിക്കാനായിട്ട് ജോർജിയയിൽ പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പൊതുവെ ഇതിന്റെ എലിജിബിലിറ്റി പറഞ്ഞാൽ പ്രായം വലിയ പ്രശ്നമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 90% മേളിൽ മാർക്ക് വേണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും എൻട്രൻസോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ യാതൊരുവിധ എൻട്രൻസുകളും ഇല്ല. യൂണിവേഴ്സിറ്റിയുടേതായ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യണം. ഒരു ഇപ്പൊ ജോർജിയയിലാണെന്നുണ്ടെങ്കിൽ ഒരു 50%-ലധികവും മാർക്ക് +2 വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ മറ്റു 2 രാജ്യങ്ങളിലാണെങ്കിലും 60%-നുള്ളിൽ. സോ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അക്കാഡമിക് റിക്വയർമെന്റ്സിൽ IELTS ഇല്ലാതെ, എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഹൈ റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരുപക്ഷെ സ്റ്റൈപ്പൻഡോട് കൂടിയോ ഒക്കെ തന്നെ പഠിക്കാനായിട്ടുള്ള അവസരമാണ് ഈ രാജ്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഷെങ്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ ഈ പഠനത്തിന് ശേഷം അവർക്ക് മാറുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതൊരു നല്ല ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഫീസ് സ്ട്രക്ചർ ഓരോ രാജ്യത്തെ എങ്ങനെയായിരിക്കും എന്നും കൂടെ ഒന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായും സാർ, അതാണ് ഇതിന്റെ മറ്റൊരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രതിവർഷം ഒരു 4 മുതൽ 6 ലക്ഷം രൂപയ്ക്കും താഴെയാണ് ഒരു സ്റ്റുഡന്റിന് ഈ രാജ്യങ്ങളിൽ പോയി ബാച്ചലർ ഓഫ് നഴ്സിംഗ് പഠിക്കുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത്. 10-15 ലക്ഷം രൂപയിൽ താഴെ ഫുള്ള് കോഴ്സ് നമുക്ക് തീർക്കാം. അതായത് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ വേണമെങ്കിൽ കുറഞ്ഞ ഫീസ്. കേരളത്തിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കാം, പക്ഷേ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമല്ല. കേരളത്തിന് വെളിയിലേക്ക് പോയെങ്കിൽ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയൊക്കെ ഫീസ് ചെയ്യും. അപ്പോൾ അതിലൊക്കെ കുറഞ്ഞ ചെലവിൽ വിദേശത്ത് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഓക്കെ, അത് കൊള്ളാം. അപ്പം ഏതായാലും ഇങ്ങനെ ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത അലീനയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കാം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ചില വിദേശ രാജ്യങ്ങളിൽ നേഴ്സിംഗ് പഠനം, അതും കുറഞ്ഞ ഫീസിൽ, വലിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്നുമില്ലാതെ, IELTS ഒന്നുമില്ലാതെ, എന്തിന് +2 സയൻസ് ഇല്ലാത്തവർക്ക് പോലും, അല്ലെങ്കിൽ പ്രായം ഒരു 10-28 ആയാൽ പോലും പഠിക്കുവാനായിട്ട്, നേഴ്സിംഗ് പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ GB എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അവർ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. ഓർക്കുക, കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും പ്രവർത്തനങ്ങളുള്ള ഒരു പ്രമുഖ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയാണ് GB എഡ്യൂക്കേഷൻ എന്നുള്ളത്. +2 കഴിഞ്ഞവർക്ക് നേഴ്സിംഗ് മാത്രമല്ല, ലെസ്റ്റർ യൂണിവേഴ്സിറ്റി UK പോലെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ചെലവിൽ പഠിക്കുവാനായിട്ടൊക്കെ അവസരങ്ങൾ ഈ GB എഡ്യൂക്കേഷൻ ഒരുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റ് ചില വീഡിയോകളിലൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അലീനയുമായിട്ടുള്ള ഒരു ഡിസ്കഷനിലൂടെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് GB എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പർ വീഡിയോയിലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ അറിയാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് ഈ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.